എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചാറ്റ് ബോട്ട്സിനെ പറ്റിയാണ്. ബിസിനസ്സിൽ ഒരുപാട് സഹായിക്കുന്ന, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ചെറുകിട സ്ഥാപനങ്ങൾ വരെ വളരെയധികം ഫോക്കസ് ചെയ്യേണ്ട, അവരുടെ ബിസിനസ്സിലേക്ക് സപ്പോർട്ട് എടുക്കേണ്ട ഒരു ഏരിയയാണ് ചാറ്റ് ബോട്ട്സ്. അതുകൊണ്ട് നമ്മൾ 2 വീഡിയോകളാണ് ചാറ്റ് ബോട്ട്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യ ഭാഗത്തിൽ ശരിക്കും എന്താണ് ഈ ചാറ്റ് ബോട്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൈമറി ലെവലിൽ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ, അതിൻ്റെ ചലഞ്ചുകൾ, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുകയും അതുപോലെ തന്നെ ചാറ്റ് ബോട്ട്സ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി മറ്റൊരു വീഡിയോയുമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ 2 വീഡിയോകളും നിങ്ങൾ ദയവായിട്ട് കാണുക. അപ്പോൾ ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് ലൈക്ക് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ശരിക്കും ലൈവ് ചാറ്റുകൾ നടത്തുകയാണ് കസ്റ്റമറുമായിട്ട്. അതായത് നമ്മുടെ സ്ഥാപനത്തിലെ പല ടച്ച് പോയിൻറ്റുകളുണ്ട്, കസ്റ്റമർ നമ്മളുമായിട്ട് സംവേദിക്കുന്ന പല ടച്ച് പോയിൻറ്റുകൾ. അത് മേ ബി വെബ്സൈറ്റ് ആയിരിക്കാം, ആപ്ലിക്കേഷൻ ആയിരിക്കാം. ഇതിൻ്റെ അകത്തൊക്കെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിക്കുകയാണ്, ഒരു ചാറ്റ് ബോട്ട് എന്നുള്ള രീതിയിൽ. കാരണം ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയുണ്ട്. ലൈക്ക് അത് ചിലപ്പോൾ വോയിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചാറ്റ് വഴിയായിരിക്കാം, ടെക്സ്റ്റ് വഴി അല്ലെങ്കിൽ ശബ്ദ മുഖാന്തരം ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം കസ്റ്റമറുമായിട്ട് സംവേദിക്കുകയാണ്. അപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചാറ്റ് ബോട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചാറ്റ് ബോട്ടുമായിട്ടാണ് സംവേദിക്കുന്നതെങ്കിലും പലപ്പോഴും നമുക്കത് അറിയില്ല അതൊരു മെഷീനുമായിട്ടാണ് സംസാരിക്കുന്നതെന്ന്. റിയൽ ആയിട്ടുള്ളൊരു മനുഷ്യനുമായിട്ട് സംവേദിക്കുന്ന അതേ രൂപത്തിൽ നമ്മുടെ അത്യാവശ്യം ബിസിനസ്സിലെ ക്വറീസ്, നമുക്ക് വരുന്ന എൻക്വയറീസ്, നമുക്ക് വരുന്ന ആവശ്യങ്ങൾ, ഇതിനൊക്കെ ഉള്ള സപ്പോർട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഉപയോഗം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്നിപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണ് അലക്സ ഇന്ന് എല്ലാവരുടെയും ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിരിക്കുന്നു അല്ലേ. ഇതൊരു ചാറ്റ് ബോട്ടാണ് അല്ലേ. അല്ലെങ്കിൽ IRCTC വെബ്സൈറ്റ്, നമ്മൾ ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ ബുക്കിങ്ങിനൊക്കെ എളുപ്പമായിട്ട് അവിടെ ഒരു ചാറ്റ് ബോട്ട് ഉണ്ട്, ദിശ. ഇനിയിപ്പോൾ ഈവൻ ഡൊമിനോസിൻ്റെ ഭക്ഷണം ഓർഡർ ചെയ്യുകയാണെങ്കിലോ, അല്ലെങ്കിൽ എത്രയോ സൈറ്റുകളിൽ നമ്മളിന്ന് കാണുന്ന ചാറ്റ് ബോട്ടുകൾ. അപ്പോൾ ഈ ചാറ്റ് ബോട്ടുകളെല്ലാം, അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനികൾ, ഇ-കൊമേഴ്സ് കമ്പനികളൊക്കെ അവരുടെ ബിസിനസ് സേവനങ്ങൾ ആളുകളിലേക്ക് വളരെയധികം ഭംഗിയായിട്ട് എത്തിക്കുന്നതിനും, അതുപോലെ തന്നെ ചില എക്സ്പെൻസുകൾ ബിസിനസ്സിൽ കുറയ്ക്കാനും, അതായത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിൻ്റെ എണ്ണം കുറയ്ക്കുന്നു, ഓഫീസ് സെറ്റപ്പ് കുറയ്ക്കുന്നു, എംപ്ലോയി സാലറി കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെയാണ് ചാറ്റ് ബോട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഗുണം. ഇനി നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ, സർവേകളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ചാറ്റ് ബോട്ട് വഴിയുള്ളതിൽ 87% ഉണ്ടെന്നുള്ളതാണ് കണ്ടെത്തൽ. 68% കസ്റ്റമേഴ്സ് ചാറ്റ് ബോട്ടുമായിട്ട് സംവേദിക്കുമ്പോൾ അവർക്ക് ക്വിക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നു. ഏതാണ്ട് 11% ഇന്ത്യയിലെ മൊത്തം കസ്റ്റമേഴ്സ് ചാറ്റ് ബോട്ടുകൾ ഉപയോഗിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നിങ്ങനെ ഒരു വിഷയം സംസാരിക്കാൻ കാര്യം. ഇത് ബിഗ് ബിസിനസ്സുകളാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഇന്ന് ചെറുകിട ബിസിനസ്സുകൾ വരെ ചാറ്റ് ബോട്ട്സിൻ്റെ സേവനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ കസ്റ്റമർ ബേസ് കൂട്ടാനും ബിസിനസ് വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കും. അടിസ്ഥാനപരമായിട്ട് ചാറ്റ് ബോട്ടിൻ്റെ മീനിങ് എന്താ? 2 വാക്കുകൾ, ചാറ്റും ബോട്ടും. ചാറ്റ് എന്ന് പറഞ്ഞാൽ ടു ടോക്ക്, ബോട്ട്സ് എന്ന് പറഞ്ഞാൽ റോബോട്ട്സ്. അപ്പോൾ റോബോട്ട്സിൻ്റെ സപ്പോർട്ടോടുകൂടി സംസാരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്, ചാറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. അപ്പോൾ കോൺവെർസേഷൻ ഓഫ് അല്ലെങ്കിൽ വിത്ത് ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു പേഴ്സണായിട്ട്, ഒരു ഇൻഡിവിജ്വലായിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ബാക്ക് എൻഡ് സപ്പോർട്ട് നൽകുന്ന ഒരു സർവീസ് കോൾ ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവിൻ്റെ സപ്പോർട്ട് പോലെ തന്നെ ശരിക്കും ഒരു ഹ്യൂമൻ ലൈക്ക് പേഴ്സണാലിറ്റി പോലെ തന്നെയാണ് അതിന് ഇൻബിൽറ്റ് പ്രോഗ്രാമിങ്ങിൽ ചാറ്റ് ബോട്ട് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെയൊക്കെ ട്രഡീഷണലായിട്ട് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബേസ്ഡ് ആയിരുന്നു കൂടുതലെങ്കിൽ, ഇന്നിപ്പോൾ മോഡേൺ ചാറ്റ് ബോട്ടുകളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ടെക്സ്റ്റ് മാത്രമല്ല വോയിസ് കമാൻഡുകളും എല്ലാം എടുക്കും. കാരണം അവർ വോയിസ് മെസ്സേജ് വഴി സംവേദിക്കാൻ കാരണം അവരൊക്കെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ബേസ്ഡ് ആയിട്ട്, NLP ബേസ്ഡ് ആയിട്ടാണ് അവർ പ്രോഗ്രാമിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഒരു ചാറ്റ് ബോട്ടിൻ്റെ വർക്കിംഗ് മോഡൽ എന്നുള്ളത് മനസ്സിലാക്കുക. 2 രീതിയിലാണ് പ്രധാനമായിട്ടും നമുക്ക് സംസാരിക്കാവുന്നത്. ഒന്ന് ഇൻറ്റൻറ്റ് ബേസ്ഡും, 2 പാറ്റേൺ ബേസ്ഡുമാണ്. ഇൻറ്റൻറ്റ് ബേസ്ഡ് മാച്ചിങ് ആൻഡ് പാറ്റേൺ ബേസ്ഡ് മാച്ചിങ് എന്നുള്ള 2 കോൺസെപ്റ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്, അതായത് സിമിലറായിട്ടുള്ള കസ്റ്റമർ റിക്വസ്റ്റുകൾ, സാധാരണഗതിയിൽ ഒരു കംപ്ലയിൻറ്റ് ഇഷ്യൂ വരാവുന്ന ഒരു കസ്റ്റമർ കാറ്റഗറീനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനൊരു ഇൻറ്റൻറ്റ് എന്നുള്ള രൂപത്തിൽ ചെയ്യുകയും ആ ഇൻറ്റൻറ്റ് റെക്കഗ്നീഷൻ മോഡൽ വഴിയാണ് ചാറ്റ് ബോട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ ഇന്ന പോലത്തെ കസ്റ്റമർ ഇങ്ങനെയുള്ള സംശയങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഇത് പ്രീ ഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കുന്നതിന് അവർ ട്രെയിൻ ചെയ്തിരിക്കുകയാണ് ഒരു വിഭാഗം ചാറ്റ് ബോട്ട്സിന്. 2 പാറ്റേൺ ബേസ്ഡ് ആണ്. പാറ്റേൺ
ഇപ്പോൾ സാധാരണഗതിയിൽ പല ടൈപ്പ് ഓഫ് കസ്റ്റമർ കാറ്റഗറികളെ ഗ്രൂപ്പ് ചെയ്ത് അവരൊരു പ്രീ ഡിഫൈൻഡ് പാറ്റേൺ ആക്കി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ വരുമ്പോൾ ഹലോ, ഹായ് അല്ലെങ്കിൽ നമസ്തേ എന്ന് പറഞ്ഞ് ഇങ്ങനെ തുടങ്ങാം. അപ്പോൾ ചാറ്റ് ബോട്ട് ചിലപ്പോൾ നമ്മൾ ഹായ് അടിച്ചാൽ അവർ ഹായ് തിരിച്ചു വരും, നമസ്തേ പറയും, അല്ലെങ്കിൽ ഹൗ ആർ യു ചോദിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ചെറുപ്പക്കാരോട് ഹായ് ഡൂഡ് എന്നായിരിക്കും, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സർ എന്നായിരിക്കും പറയുന്നത്. അങ്ങനെ പല രൂപത്തിൽ ഗ്രീറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രൂപത്തിൽ ഇതിനെ പാറ്റേൺ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു കൺവെർസേഷണൽ ഒരു AI മെത്തേഡ് അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്നിപ്പോൾ മാറിയിരിക്കുന്നത് ശരിക്കും നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് NLU എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ ക്വറികൾ പ്രോപ്പറായിട്ട് ഈ പറയുന്ന 2 കാറ്റഗറിയിൽ, ഒന്നിൽ പാറ്റേൺ ബേസ്ഡ് അല്ലെങ്കിൽ ഇൻറ്റൻറ്റ് ബേസ്ഡ് ആയിട്ട് മാച്ച് ചെയ്തിട്ടാണ് ഇതിനുള്ള മറുപടികൾ നൽകുന്നത്. ഇനി എന്താണ് ശരിക്കും ചാറ്റ് ബോട്ട് ഒരു ബിസിനസ് സെറ്റ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താണ്? ഒന്നാമത്തെ കാര്യം 24/7 24/7 സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ്. കാരണം നമ്മളിൽ നിന്ന് എല്ലാ ബിസിനസ്സിലും കസ്റ്റമർ ഡിലൈറ്റ് അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൻ്റെ കസ്റ്റമർ സർവീസിൻ്റെ ഒക്കെ ആവശ്യകത ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ശരിക്കും 24/7 കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. റിയൽ ടൈമിൽ ക്വറീസ് കസ്റ്റമറുടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ശരിക്കും ഇതിനൊരു റാപ്പിഡ് റെസ്പോൺസ് വെർച്വൽ ഏജൻറ്റ് എന്നാണ് പറയണത്. 24/7 വർക്ക് ചെയ്യുന്ന ഒരു റാപ്പിഡ് റെസ്പോൺസ് വെർച്വൽ ഏജൻറ്റാണ് ചാറ്റ് ബോട്ട്. സെയിൽസും ലീഡ് ജനറേഷനിലും ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കാരണം കസ്റ്റമേഴ്സിൻ്റെ ഫോൺ നമ്പർ, ഇമെയിൽ ID, പേര്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് കസ്റ്റമറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ ലീഡ് ജനറേഷൻ, സെയിൽസ് സപ്പോർട്ട് ഇതൊക്കെ നടക്കുന്നു. സേവ് ടൈം ആൻഡ് മണി, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പണം സേവ് ചെയ്യാനും സാധിക്കുന്നു. ഇന്ന് പല AI ബേസ്ഡ് ചാറ്റ് ബോട്ടുകളുണ്ട്. ഗൂഗിളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡയലോഗ് ഫ്ലോ പോലെ അല്ലെങ്കിൽ ആമസോണിൻ്റെ ലെക്സ് പോലെ ഉള്ള ചാറ്റ് ബോട്ടുകളുണ്ട്. ഇത് വളരെ ഇക്കണോമിക്കലായിട്ട് ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് പണം ലാഭിക്കാനും സമയം ലാഭിക്കാനും സഹായിക്കുന്നു. പിന്നെ വളരെ ഈസി ഇൻ്റഗ്രേഷനാണ്. അതായത് ഇന്ന് മൊബൈലുമായിട്ട് അല്ലെങ്കിൽ വെബുമായിട്ട് മെസ്സേജിങ് പ്ലാറ്റ്ഫോം ലൈക്ക് നമ്മുടെ ഫേസ്ബുക്കൊക്കെ പോലെ വാട്സാപ്പൊക്കെ ആയിട്ട് ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു ഉപയോഗമാണ്. മൾട്ടി ലിംഗ്വൽ സപ്പോർട്ട്, ഇന്ന് പല ഭാഷകളിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ചാറ്റ് ബോട്ടുകൾ വന്നു. അത് ആളുകൾക്ക് മദർ ടങ്ങിൽ തന്നെ, നമുക്ക് മലയാളത്തിൽ അല്ലെങ്കിൽ തമിഴിൽ, തെലുങ്കിൽ, ഏത് ഭാഷയിൽ വേണമെങ്കിലും അത്തരത്തിലുള്ള വോയിസ് സപ്പോർട്ടുകൾ നൽകാൻ പറ്റും. റെഡ്യൂസസ് ദ നീഡ് ഫോർ കോഡ്. ഇന്നിപ്പോൾ വലിയ പ്രോഗ്രാമിങ്, വലിയ കോഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഗൂഗിളിൻ്റെ ഡയലോഗ് ഫ്ലോ പോലുള്ള സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ഇൻബിൽറ്റ് അൽഗോരിതം അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഡാറ്റ ഫീഡ് ചെയ്താൽ മതി, അതിനുള്ള റെസ്പോൺസ് കിട്ടും. ബിസിനസ് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കസ്റ്റമർ ഫോക്കസ്ഡ്, കസ്റ്റമർ സെൻട്രിക് ആവാനും അതുവഴി ബിസിനസ് വർദ്ധിപ്പിക്കാനുമാണ്. മാർക്കറ്റിങ്ങിൽ ഇത് ധാരാളം സഹായിക്കുന്നുണ്ട്. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ, ടാർഗറ്റഡ് മാർക്കറ്റിങ്ങിൽ, അപ്സെല്ലിങ്ങിന് ഒക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇൻക്രീസസ് ബിസിനസ് ഔട്ട്റീച്ച്, ബിസിനസ്സിനെ കൂടുതൽ വ്യാപിപ്പിക്കാൻ, കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യാൻ, നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ വരെ എത്തിക്കുന്നതിനൊക്കെ ചാറ്റ് ബോട്ട്സിൻ്റെ സഹായം എടുക്കാം. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, എവിടെയൊക്കെ ഈ ചാറ്റ് ബോട്ട് ഉപയോഗിക്കരുത്. ഇപ്പോൾ ഇതിന് ഇത്രയും ഗുണമുണ്ടെന്ന് വിചാരിച്ച് എല്ലാ സ്ഥലങ്ങളിലും എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ടെക്നിക്കൽ ക്വറികൾ വരുന്ന സ്ഥലങ്ങളിൽ ഇത് അത്ര സ്യൂട്ടബിൾ ആവില്ല. അവിടെ ലൈവ് ചാറ്റോ ഇമെയിലോ ഫോൺ കോളൊക്കെ ആയിരിക്കും നല്ല. അതുപോലെ തന്നെ കസ്റ്റമർ ഗ്രിവൻസസ് കൂടുതലുണ്ടാകുമ്പോൾ, ബേസിക് ഗ്രിവൻസസ് ഓക്കെ, പക്ഷേ ഹയർ ലെവൽ ഗ്രിവൻസസ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോവുകയും ഫോൺ കോളോ ഇമെയിലോ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. ഈ ചാറ്റ് ബോട്ടിനെ പറ്റി ഞാൻ ഇത്രയും പറയാൻ കാരണം ഇതിൻ്റെ മാജിക്ക് നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ കോവിഡ് പാൻഡമിക്കിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ശരിക്കും കൺസ്യൂമർ ബിഹേവിയറിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഇപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പേഴ്സണലൈസ്ഡ് അഡ്വർടൈസിങ് മെത്തേഡാണ്. അപ്പോൾ ആ സമയത്ത് ഇത്തരത്തിൽ ആളുകളിലേക്ക് എത്തുന്നതിന് ചാറ്റ് ബോട്ട്സ് വളരെ സഹായിക്കും. അതിൽ നിന്ന് ഹെൽത്ത് കെയർ മുതൽ ഇ-കൊമേഴ്സ് വരെ എല്ലാ രംഗങ്ങളിലും കൺസ്യൂമർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ പാത്ത് ലാബ്സ് പോലുള്ള ലാബ് ചെയിനുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൊറോണ വൈറസ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ എല്ലാ ടെസ്റ്റ് ഇൻഫർമേഷനും അതിൻ്റെ പ്രൈസിങ്ങും ഒക്കെ ചാറ്റ് ബോട്ട്സാണ് പ്രൊവൈഡ് ചെയ്യണത്. നൈക്ക പോലുള്ള കമ്പനികൾ, ഇന്ത്യയിലെ തന്നെ ഒരു യൂണിക്കോൺ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ലീഡർഷിപ്പിലെ ആദ്യത്തെ ഒരു യൂണിക്കോൺ സ്റ്റാർട്ടപ്പാണ്. അവരൊക്കെ എത്ര മനോഹരമായിട്ടാണ് ചാറ്റ് ബോട്ട് ഉപയോഗിക്കണമെന്ന് നോക്കുക. പ്രത്യേകിച്ച് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ഒരു ഷാമ്പൂവിനെ പറ്റിയുള്ള വിവരം വേണമെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അതിന് വേണ്ട നമ്മുടെ ഹെയറിനെ പറ്റിയുള്ള കൺസേൺസും കാര്യങ്ങൾ ചോദിച്ച് ബെസ്റ്റ് റെക്കമെൻഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചാറ്റ് ബോട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. നൈക്കയിലൊക്കെ ഡെലിവറി സ്റ്റാറ്റസ് പറയുന്നതിനോ പേയ്മെൻറ്റ് മെത്തേഡോ ഐറ്റം റീപ്ലേസ് ചെയ്യണമെങ്കിലോ എല്ലാ ക്വറീസും ചാറ്റ് ബോട്ടാണ് സപ്പോർട്ട് ചെയ്യണത്. ഇനി നമ്മുടെ നാട്ടിലും വളരെ ഭംഗിയായിട്ട് ഭാരത് പെട്രോളിയം, നമ്മുടെ നാട്ടിൽ മാത്രമല്ല അക്രോസ് ഇന്ത്യ വളരെ ഭംഗിയായിട്ട് ഊർജ എന്ന് പറയുന്ന അവരുടെ ചാറ്റ് ബോട്ട് LPG ബുക്കിങ്ങിന്, ഗ്യാസ് ബുക്കിങ്ങിന് ഏറ്റവും ആദ്യം ഒരു വാട്സാപ്പ് വഴിയുള്ള സംവിധാനം ഉപയോഗിച്ചു, പിന്നീട് ഈ ചാറ്റ് ബോട്ടിലേക്ക് വന്നു. അപ്പോൾ പല സ്ഥാപനങ്ങളും വളരെ ഭംഗിയായത് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ തുടക്കം ഇപ്പോഴല്ല, ശരിക്കും ലോകത്തെ ആദ്യത്തെ ചാറ്റ് ബോട്ട് 1966 സ്റ്റാർട്ട് ചെയ്തതാണ് ശരിക്കും. കാരണം ഒരു സൈക്കോളജിക്കൽ തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരു ജോസഫ്
വെയ്സ്ബോൺ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ്, അദ്ദേഹം MIT യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ ലാബിൽ ആദ്യമായിട്ട് ഒരു ചാറ്റ് ബോട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫാക്കൽറ്റീസും സ്റ്റുഡൻസും തമ്മിൽ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് ചാറ്റിംഗ് നടത്തുന്നതിന് എലിസ എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പലർക്കും ഇത് അറിയാൻ പോലും പാടില്ലായിരുന്നു, ഇത് റോബോട്ടിനോടാണ് സംസാരിക്കുന്നത്, അല്ലാതെ ഹ്യൂമനോടല്ല എന്നുള്ള രൂപത്തിലായിരുന്നു റെസ്പോണ്ട് ചെയ്തിരുന്നത്. അന്ന് മുതൽ അങ്ങോട്ടുണ്ടായ ഡെവലപ്മെൻറ്റ്, അതായത് 1966 തുടങ്ങിയ ഡെവലപ്മെൻറ്റ് ഇന്ന് 2022 എത്തുമ്പോൾ അതിശക്തമായിട്ടാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാറ്റ് ബോട്ടുകൾ തീർച്ചയായിട്ടും ബിസിനസ്സിനെ അത്രയും സഹായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ നാട്ടിലെ കണക്കുകൾ പറയുന്നത് 2024 കസ്റ്റമർ സർവീസ് ശരിക്കും ഒരു 32% ചാറ്റ് ബോട്ടിൻ്റെ സഹായത്തോടുകൂടി ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയധികം ബിസിനസ്സിനെ സഹായിക്കുന്ന സിമ്പിളായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, കാരണം ഇന്ന് നമ്മൾ വാട്സാപ്പ് ഉപയോഗിക്കുന്നു, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു, ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നു. ഇനി ഇതിൻ്റെ അകത്തൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റൊക്കെ എല്ലാവർക്കും ഉണ്ട്, ആ വെബ്സൈറ്റിൽ എനേബിൾ ചെയ്യേണ്ട അടുത്ത ലെവൽ ഫീച്ചറായി മാറിയിരിക്കുകയാണ് ചാറ്റ് ബോട്ട്സ്. അപ്പോൾ ചാറ്റ് ബോട്ടിനെ പറ്റി മനസ്സിലാക്കുക, ഇത് ബിസിനസ്സിൽ ഉപയോഗപ്രദമാക്കുക, കൂടുതൽ ബെറ്റർ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു.